തമിഴ്നാട് പൊള്ളാച്ചിയിലെ കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികളും കുറ്റക്കാർ. കോയമ്പത്തൂർ വനിതാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നുണ്ട്. റഹീസ്, ഒന്നും രണ്ടൊന്നുമല്ല, 100-200ഓളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കൊടും കുറ്റവാളികളാണ്. ശിക്ഷാവിധിയുള്ള വാദം എപ്പോഴാണ്? പരമാവധി ശിക്ഷ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടും എന്നതാണോ പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ? റഹീസ്. ഹാഷ്മി, പ്രോസിക്യൂഷൻ അത്തരത്തിലൊരു പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള വാദം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ നടത്തിയ പോരാട്ടം, ഒരു പെൺകുട്ടി 2019 തന്നെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊരു പരാതി നൽകുന്നു. അതിന് പിന്നാലെ ഒരു സഹോദരൻ നടത്തിയ പോരാട്ടമാണ്. തൻ്റെ സഹോദരിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന് തിരക്കി അവരുടെ കേന്ദ്രത്തിലെത്തി നടത്തിയ ഒരു പരിശോധന, അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിയ ഒരു ശ്രമം. അതിന് പിന്നാലെ അവരുടെ ലാപ്ടോപ്പ് കണ്ടെത്തുന്നു. അതിൽ നിന്നും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നും വ്യക്തമാകുന്നത് 200-ലധികം സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങളും അവരെ പീഡിപ്പിക്കുന്ന രംഗങ്ങളും ഒക്കെ ഇദ്ദേഹം കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഈ കേസിൻ്റെ ഒരു വ്യാപ്തി മാറുന്നത്. അത് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ മാറ്റത്തിന് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയ ഒരു വിഷയമാണ്, ഒരു കേസാണിത്. 2019 ഇത്തരത്തിലൊരു സംഘത്തിനെ ആദ്യം പിടികൂടുന്നു. പോലീസാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ തുടങ്ങിയ കേസാണ് അത്. പോലീസ് അന്വേഷിച്ച് 4 പ്രതികളെ പിടികൂടുന്നു. പക്ഷേ കേസിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ AIADMKയുടെ, അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന AIADMKയുടെ വിദ്യാർത്ഥി നേതാവാണ് എന്ന് കണ്ടെത്തിയതിനു പിന്നാലെ ആ കേസിലെ അന്വേഷണം ഇഴയുകയായിരുന്നു. പിന്നീട് അത് CBIക്ക് കൈമാറുന്നു. CBIക്ക് കേസ് കൈമാറിയതിനു പിന്നാലെ 9 പ്രതികൾ പിടിയിലാകുന്നു. ആ CBI നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ പല കേന്ദ്രങ്ങളും വെളിപ്പെടുകയാണ് ഉണ്ടായത്. ഒരു ഫാം ഹൗസ് കേന്ദ്രീകരിച്ചാണ് ഈ സ്ത്രീകളെ ഇവിടേക്ക് എത്തിച്ച് ബലാത്സംഗം ചെയ്തത് എന്ന് കണ്ടെത്തുന്നു. ഒപ്പം തന്നെ കാറിൽ വെച്ച് ബലാത്സംഗം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നു. അങ്ങനെ മാത്രമല്ല, ഈ പ്രതികളുടെ ഒരു മോഡ്, അവരുടെ ഒരു രീതി എന്തെന്നാൽ, ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികളെ കണ്ടെത്തി അവരെ ഒരു ഫേസ്ബുക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെ തങ്ങളുടെ വലയിലേക്ക് എത്തിച്ച് പിന്നീട് പീഡനം നടത്തുന്ന ഒരു രീതിയാണ് ഈ പ്രതികൾക്കുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇവരിൽ നിന്ന് പണം കവരുന്നു, സ്വർണം കവരുന്നു. പിന്നീട് ഈ ദൃശ്യം ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇവരുടെ സുഹൃത്തുക്കളെ അടക്കം പിന്നീട് ഈ വലയിലേക്ക് കൊണ്ടുവരാൻ ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെ ഒക്കെയും അവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു കേസ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവമാണ് വെളിപ്പെട്ടു വന്നത്. എന്തായാലും 9 പ്രതികൾ പിടിയിലായിരിക്കുന്നു. അല്പസമയം മുമ്പ് കോയമ്പത്തൂർ വനിതാ കോടതി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 12 മണിയോടുകൂടി ശിക്ഷാവിധി ഉണ്ടാകും. എന്തായാലും പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ കേസ്. ഒപ്പം തന്നെ സ്ത്രീകളടക്കം തെരുവിലിറങ്ങി വലിയ സമരങ്ങൾ നടത്തി ഈ കേസിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു തോതൊക്കെ വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊരു സീരിയസ് ആയ ഒരു ഇഷ്യൂ ആക്കി സംസ്ഥാനത്ത് മാറ്റുന്ന തരത്തിലേക്ക് മാറിയൊരു കേസാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശിക്ഷാവിധി പുറത്തു വരും. ഹാഷ്മി. ഓക്കെ, 200 സ്ത്രീകളെ പീഡിപ്പിച്ച കേസിലെ പ്രതികളാണ്. അപ്പോൾ അവർക്ക് അതിനനുസൃതമായ ശിക്ഷ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം.